അല്ല എങ്കിലും എനിക്കിതിൽ എന്ത് കാര്യം? നിങ്ങൾ വിചാരിക്കും എടാ ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് ചില്ലറ പ്രശ്നമൊന്നും നമ്മുടെ കേരളത്തിലുണ്ടായത്. ഇന്ന് സംഭവിച്ചൊരു കാര്യമാണ്. കാലാവസ്ഥ വളരെ മോശം. മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ എന്ത് ചെയ്തു? അത് തിരിച്ചിറക്കി. മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരിച്ചിറക്കി എന്നാണ് ഇന്നത്തെ ഒരു വാർത്ത കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുവാണ് ചർച്ചയാക്കാനുള്ളത്? വേണമെന്നേ, ഹെലികോപ്റ്ററിന്റെ പേര് കൂടി നിങ്ങൾ ഓർമ്മിച്ചോളാം. ചിപ്സൺ എന്നാണ് പേര്. ഇപ്പൊ ആ പേര് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചു തരട്ടോ. അതാ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ? ചിപ്സൺ എന്നാണ് ആ ഒരു ഹെലികോപ്റ്ററിന്റെ പേര്. ആ ഹെലികോപ്റ്റർ ഇപ്പോഴിതാ താഴ്ത്തിക്ക് ഇറക്കിയിരിക്കുന്നു. മുണ്ടു മുറുക്കി ഉടുക്കണം. സംസ്ഥാനം വളരെയധികം കടക്കണിയിലാണ്. അനാവശ്യമായിട്ടുള്ള പദ്ധതികളൊന്നും ഇനി നടപ്പാക്കരുത്. അതിനുവേണ്ടിയൊന്നും പൈസ ചെലവാക്കാൻ നമ്മുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കൂ എന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർ ഇപ്പോഴിത്ര വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്നു. അതും ഏത് വിമാനത്തില്? നമ്മുടെ പിണറായി വിജയന്റെ സ്വകാര്യ യാത്രകൾക്ക് വേണ്ടി വാങ്ങിച്ച വിമാനം. ഞാനിങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഞാൻ ട്രോള് ആണെന്ന്. അയ്യോ പറയില്ല, ഒരു മിനിറ്റ് മിണ്ടായിരിക്കടോ. അപ്പൊ ഇതിന് അബദ്ധത്തിലൊരു വീഡിയോ ഓണാക്കി പോയതാ, ക്ഷമിക്കുക. ഇനിയിപ്പോ ഇത് ഞാൻ പറഞ്ഞല്ല, ഈ വിമാനം ഈ ഹെലികോപ്റ്റർ ആദ്യമായിട്ട് വാങ്ങിച്ച സമയത്ത് മറുനാടൻ മലയാളി അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ഒന്ന് കാണും നിങ്ങള്. മുഖ്യമന്ത്രി പിണറായി വിജയന് പറക്കാനുള്ള ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ SAP ക്യാമ്പിൽ പറന്നിറങ്ങിയത്. തൊട്ടു പിന്നാലെ നടത്തിയ അവശ്യ പരിശോധനകളുടെ ദൃശ്യങ്ങളാണ് ഇക്കാണുന്നത്. രാത്രി പാർക്കിംഗ് ഇവിടെ തന്നെയായിരുന്നു. പുലർച്ചെ ചാലക്കുടിക്ക് പറഞ്ഞു. അവിടെയാണ് സ്ഥിരം പാർക്കിംഗ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വാഹനം കണ്ടായിരുന്നോ? നിങ്ങൾ ആ ഹെലികോപ്റ്റർ കൃത്യമായിട്ട് നോക്കിയായിരുന്നോ? ഈ ഹെലികോപ്റ്ററിന് മേലെ പേരെഴുതിയിരിക്കുന്ന ചിപ്സൺ തന്നെയാണെന്നേ. ചിപ്സൺ എന്ന് തന്നെയാണ്. ഇതേ വാഹനത്തിലാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ മേനോൻ യാത്ര ചെയ്തത്. അപ്പോഴെന്തോ ഒരു തകരാറ്, യാത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സംഭവിച്ചപ്പോൾ നേരെ വാഹനം തിരിച്ചിറക്കി. പിന്നെ ആ ദൂര സ്ഥലത്തേക്ക് അദ്ദേഹം പോയത് ട്രെയിനായിരുന്നു അത്രേ. നല്ല കാര്യം. ട്രെയിന് വളരെയധികം നമുക്ക് വിശ്വസിക്കാവുന്ന രണ്ടാമത്തെ ഒരു യാത്രാ രീതിയാണല്ലോ. ആദ്യത്തേത് എന്തായാലും വായുമാർഗമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു വാർത്തയിലുള്ള ആദ്യത്തെ ഡയലോഗാണ് രസം. മുഖ്യമന്ത്രി പിണറായി വിജയന് പറക്കാനുള്ള ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാനുള്ള വാഹനം അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാനുള്ള വാഹനം എന്ന് പേരിട്ട ആ ഒരു ഹെലികോപ്റ്ററിനെ ഇപ്പോഴെന്തിനാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ സഞ്ചരിക്കുന്നത്? അത് പിണറായി വിജയന്റെ സ്വകാര്യ യാത്രകൾക്ക് വേണ്ടി വാങ്ങിച്ച വാഹനമല്ലേ? അതിപ്പോൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടിക്കാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ? പാടുണ്ടോ? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറക്കുമ്പോൾ ആ ഒരു ഹെലികോപ്റ്ററിന് എന്തോ ഒരു കേട് പറ്റിയത് കൊണ്ട് നമ്മൾ വാർത്തയിൽ ഇതൊക്കെ അറിഞ്ഞു. ഇതൊരു കേടും പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ ഒരു വാർത്ത അറിയാമോ? ഏത് വാർത്ത അറിയുമോ എന്ന്? ഇതാ ഈ വാർത്ത അറിയുമോ നിങ്ങൾ ആരെങ്കിലും? ഈ വാർത്ത നിങ്ങൾ ആരെങ്കിലും അറിയുമോ? ഒരു മനുഷ്യജീവി അറിയില്ല. നമ്മുടെ മാധ്യമങ്ങൾ അത് കൊടുക്കൂലടോ. നമ്മുടെ മാധ്യമങ്ങൾ അത് കൊടുക്കൂല. ഇന്ന് ബിനീഷ് കൊടിയേരി അറിയില്ലേ? നമ്മുടെ കൊടിയേരി സഖാവിന്റെ മകൻ. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരിച്ചിറക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയതെന്നാണ് വിവരം. കൊച്ചിയിലേക്ക് പോകുന്നതിനിടെ മോശം കാലാവസ്ഥ അനുഭവപ്പെട്ടതിനാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ തിരിച്ചിറക്കുകയായിരുന്നു. അപ്പൊ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആ ഹെലികോപ്റ്റർ അവിടെ കിടക്കുന്നുണ്ട്. ഒരു സംശയമുണ്ടേ, മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ദൂരത്തിന് വേണ്ടി വാങ്ങിച്ച ഹെലികോപ്റ്റർ തന്നെയല്ലേ ഇത് എന്നാണ് ബിനീഷ് കൊടിയേരി ചോദിക്കുന്നത്. ആണ് എന്ന് പറയേണ്ടി വരും. കാരണം അന്നത്തെ പിണറായി വിജയന് വേണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് കൊടുത്ത വാർത്തയിലുള്ള അതേ ഹെലികോപ്റ്റർ തന്നെയാണ് ഇന്ന് ഇദ്ദേഹം സഞ്ചരിച്ചത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് 10 വർഷത്തോളം കഴിഞ്ഞു. 10 വർഷത്തിനിടയ്ക്ക് ഈ ഹെലികോപ്റ്റർ ഒരുപാട് അവയവദാനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ 8 തവണ എങ്ങാൻ അവയവവുമായിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് ആ ഹെലികോപ്റ്റർ പാഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയില്ല. നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്നും മിണ്ടില്ല. അതിനെക്കുറിച്ചൊക്കെ മിണ്ടിയാൽ പിണറായി വിജയൻ അത് പോസിറ്റീവായിട്ട് മാറിയാലോ.
ഒരു കാരണവശാലും മിണ്ടരുത് കേട്ടോ. അപ്പൊ എന്ത് മുണ്ടണം? അത് പിണറായി വിജയനും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉല്ലാസയാത്ര നടത്താൻ വേണ്ടി വാങ്ങിച്ചതാണെന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ വാർത്ത വേണമെങ്കിൽ ഒന്നുകൂടി കേട്ടിട്ട് പുതിയ വാർത്തകൾക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന് പറക്കാനുള്ള ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ SAP ക്യാമ്പിൽ പറന്നിറങ്ങിയത്. തൊട്ടു പിന്നാലെ നടത്തിയ അവശ്യ പരിശോധനകളുടെ ദൃശ്യങ്ങളാണ് ഇക്കാണുന്നത്. രാത്രി പാർക്കിംഗ് ഇവിടെ തന്നെയായിരുന്നു. പുലർച്ചെ ചാലക്കുടിക്ക് പറന്നു. അവിടെയാണ് സ്ഥിരം പാർക്കിംഗ്. കേരളത്തിൽ എവിടേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റിയ കേന്ദ്രമെന്ന നിലയ്ക്കാണ് ചാലക്കുടി താവളമാക്കുന്നതെന്നാണ് വിശദീകരണം. പൈലറ്റ് അടക്കം 11 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററാണിത്. പ്രതിമാസം 20 മണിക്കൂർ പറക്കലിന് 80 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. അല്ലേ? ഇങ്ങനെ ചെലവും നൊക്കും നുറുങ്ങും, എവിടെയാണ് പാർക്ക് ചെയ്യണത്, എവിടെയാണ് മൂത്രം ഒഴിക്കുന്നത് എന്ന അടക്കം എടുത്ത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഇപ്പൊ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്തായാലും പിണറായി വിജയൻ പോയതിനു ശേഷം ഈ ഹെലികോപ്റ്റർ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആ വാർത്ത പുതിയ വാർത്തയാണ്. DGP സർക്കാരിന് കത്ത് നൽകി. ഓഗസ്റ്റ് വരെയാണ് നിലവിലെ കരാർ. സർക്കാർ തീരുമാനം നിർണായകമാകും. CG അരുൺ സിംഗ് ചേരുകയാണ്. അരുൺ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെ തുറന്നു നിർത്താൻ വിമർശിച്ച കാര്യങ്ങളൊക്കെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തിരുത്തുന്നുണ്ട്. ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? അതങ്ങനെ അറിയേണ്ടത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 വർഷത്തിലേറെയായിട്ട് സംസ്ഥാനത്ത് ഹെലികോപ്റ്റർ ഉണ്ട്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഒക്കെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് അല്ലാതെ ഒട്ടേറെ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അവയവദാനത്തിനൊക്കെ തന്നെ ഒട്ടേറെ തവണ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സത്യമൊക്കെ പറയൂ എന്റെ സുഹൃത്തുക്കളെ. അവയവദാനത്തിനൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്തായാലും സുഹൃത്തുക്കളെ, ഒരിക്കൽ ദൂർത്ത് എന്ന് പറഞ്ഞ് അതിഭീകരമായിട്ട് എന്താ പറയാ അപമാനിക്കപ്പെട്ട ആ ഹെലികോപ്റ്റർ ഇപ്പോൾ ഒരു ദൂർത്തുമില്ലാതെ പുതിയ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഉള്ളിലൊരു സന്തോഷമൊക്കെ അല്ലേ? എറിഞ്ഞ ബൂമറാങ്കൊക്കെ തിരിച്ചു കൊള്ളുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കാര്യം വ്യക്തമായല്ലോ അല്ലേ? അപ്പം ഞാൻ പോവുകയാണ്. ബൈ.